2009 BYDയും ആദ്യത്തെ പ്യുവർ ഇലക്ട്രിക് EV E6 ലോഞ്ച് ചെയ്യുന്നു. എന്നാൽ അത് ആരും അത്ര കണ്ട് ഏറ്റെടുത്തില്ല. ക്വാളിറ്റി, ഡിസൈൻ അങ്ങനെ എല്ലാത്തിലും വിമർശനങ്ങൾ മാത്രമായിരുന്നു. അപ്പോൾ നമ്മുടെ വാങ് ഒരു പണി ചെയ്തു. അടുത്തുള്ള മേഴ്സിഡസ് ഡീലറുടെ അടുത്തേക്കാണ് അയാൾ നേരെ ചെന്നത്. ഏറ്റവും പുതിയ S-ക്ലാസ് കാർ വാങ്ങി നേരെ BYD ഫാക്ടറിയിലേക്ക്. എല്ലാ എഞ്ചിനീയർമാരെയും അവിടെ വിളിച്ചുകൂട്ടി. എന്നിട്ട് കാർ പൊളിക്കാൻ ആവശ്യം. എല്ലാവരും അന്തം വിട്ട് നോക്കി നിന്നു. അവർ മടിച്ചു നിന്നപ്പോൾ കാർ കീയെടുത്ത് വാങ് തന്നെ അതിൻ്റെ സൈഡിലായി ഒരു സ്ക്രാച്ച് ഉണ്ടാക്കി. ഇപ്പോൾ ഇത് പുതിയതല്ല, പൊളിക്ക്, എന്നിട്ട് അതിൻ്റെ ടെക്നോളജി മനസ്സിലാക്കുക എന്നായിരുന്നു വാങ് പറഞ്ഞത്. വിപണിയിൽ താഴേക്ക് കൂപ്പുകുത്തുമ്പോഴും ഇൻവെസ്റ്റേഴ്സ് വാങ്ങിനൊപ്പം തന്നെ നിന്നു. മെല്ലെ പിടിച്ചു കയറാൻ തുടങ്ങിയ കാലത്ത് 2016 ഓസ്കാർ വിന്നിംഗ് ആക്ടർ ലിയനാർഡോ ഡികാപ്രിയോ BYD അംബാസിഡറായി. വാങ്ങിന്റെ ആ കോൺഫിഡൻസ് ഒരു പരിധിവരെ വിജയിച്ചു. എന്നാൽ 2017 മുതൽ 2019 വരെയുള്ള കാലത്ത് ചൈന സർക്കാർ EVക്കുള്ള സബ്സിഡി കട്ട് ചെയ്തതോടെ വീണ്ടും പ്രതിസന്ധികൾ ആരംഭിച്ചു.